കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും, യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനത്തിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം അവൻ്റെ തലയിൽ ഒഴിക്കുന്നതായി വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് മുഷിയുകയും ഇത് പാഴ്ചെലവെന്ന് പറയുകയും ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, ഇതെൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ചെയ്തതാകുന്നു. ഇത് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ സമയത്തും എല്ലാ കാലത്തും അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായും പ്രസ്താവിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ, കൂടെ നിന്നവർ, അവനെ അനുഗമിച്ചവർ, അവൻ്റെ ശിഷ്യന്മാർ ഭൗമികമായി അതിൻ്റെ വിലയാണ് കണക്കുകൂട്ടുന്നതെങ്കിൽ അവൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അത് നിസ്സാരമായി കരുതുകയാണ്. ഷീ ആക്റ്റഡ് ഔട്ട് ഓഫ് ഡിവോഷൻ ബട്ട് അതേഴ്സ് കാൽക്കുലേറ്റഡ് ദ കോസ്റ്റ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അത് മറ്റെല്ലാറ്റിനേക്കാളും വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ സമ്പന്നത വിട്ടിട്ടാണ് അവൻ ദരിദ്രരായ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ദരിദ്രാവസ്ഥയെ സമ്പന്നതയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ദിനങ്ങളിൽ നാം അത് പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ എന്ത് നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളതല്ല, നമ്മൾ എന്തും മാത്രം ദൈവത്തിന് നൽകുന്നു, ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ട്രൂ ഫെയ്ത്ത് അല്ലെങ്കിൽ ട്രൂ ഗോസ്പൽ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് വി കീപ് ബട്ട് വാട്ട് വി ഗീവ് ടു ക്രൈസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ.